ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കണം ഒന്നുകൂടെ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞുള്ളത്? നിലവിൽ പ്രസന്റ് ഇഒക്യു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ഇഒക്യു ആണ്. അപ്പോൾ അവർക്ക് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? 750 പെർ യൂണിറ്റ്. ആനുവൽ കൺസംഷൻ എത്ര വരുന്നുണ്ട്? 18,000. ക്യാരിങ് കോസ്റ്റ് 20% ഓഫ് ആവറേജ് ഇൻവെൻട്രി ആൻഡ് ഓർഡറിങ് കോസ്റ്റ് 1,500 പെർ ഓർഡർ. ഇതുവരെ ഓക്കെയാണ്. ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കുറച്ച് മിസ്സിങ് ഉണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്യണം. ഞാൻ പറയുന്ന പോലെ എഴുതി വെക്കാം. ഓക്കെ, പറയട്ടെ. എ ലിമിറ്റഡ് വാണ്ട് ടു മൂവ് ടുവേർഡ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം ഒരു ഉണ്ടല്ലോ അതിൽ അല്ലേ. ആൻഡ് ന്യൂ പോളിസി പ്രപ്പോസ് ദ ഫോളോവിങ്. അത് ഓക്കെയാണ്. അതിൽ ആവറേജ് നമ്പർ ഓഫ് യൂണിറ്റ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് വിൽ ബി കഴിഞ്ഞിട്ട് ഒന്നങ്ങോട്ട് മുകളിൽ കൊണ്ടേക്കോ, വിൽ ബി 100 യൂണിറ്റ്. ഓക്കെ അല്ലേ. ഇനി കോമ, ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ എഴുതുന്നുണ്ടല്ലോ അല്ലേ. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ വിൽ ബി 1510. ദെൻ ക്യാരിയിങ് കോസ്റ്റ് എന്നിട്ടാണ് എങ്ങോട്ട് വരേണ്ടത്? ഇതാ ഇങ്ങോട്ട് കണ്ട. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്കപ്പ് ആയിട്ട് മുകളിൽ പോയിട്ട് തിരിച്ചിട്ടുണ്ട് വരണം. ക്യാരിയിങ് കോസ്റ്റ് എത്ര പറഞ്ഞത്? 20% ഓഫ് ആവറേജ് ഇൻവെന്ററി. ഇതിപ്പോൾ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? ജസ്റ്റ് ഇൻ ടൈം വന്നപ്പോൾ അവർ എന്ത് ചെയ്യാണ്? പുതിയ സിസ്റ്റത്തിലേക്ക് പോയി. ഓക്കെ അല്ലേ. അപ്പം ന്യൂ സിസ്റ്റം പ്രകാരം ആവറേജ് നമ്പർ ഓഫ് യൂണിറ്റ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് എത്ര വന്ന്? 100. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഈ ആവറേജ് എങ്ങനെ കിട്ടുക? ഓർഡറിങ് സൈസ് ഡിവൈഡഡ് ബൈ 2 അല്ലേ 100 കിട്ടുക. അപ്പോൾ ഓർഡറിങ് സൈസ് എത്ര ആവും? 100 × 2 എത്രയാണ്? 200. ഓക്കെ അല്ലേ. അപ്പോൾ അവരുടെ പുതിയ പോളിസി പ്രകാരം ഓർഡറിങ് സൈസ് എത്രയാവും? 200. കുഴപ്പമില്ലല്ലോ. പിന്നെ ദ ടോട്ടൽ ന്യൂ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി 9 ടൈം ന്യൂ ക്യാരിയിങ് കോസ്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പോയിന്റ്. എന്താ പറയുന്നത്? ടോട്ടൽ ന്യൂ ഓർഡറിങ് കോസ്റ്റ് എന്താ? ക്യാരിയിങ് കോസ്റ്റ് എത്രയാണോ അതിനോട് 9 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ഓർഡറിങ് കോസ്റ്റ്. പെർ യൂണിറ്റ് അല്ല കേട്ടോ. ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏതാണ്? ഓർഡറിങ് കോസ്റ്റ്. ഓക്കെ ആണോ? കാണാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇഒക്യു കാണാം. ഓക്കെ, വാട്ട് ഈസ് ദ ഇഒക്യു ബിഫോർ ദ ന്യൂ പോളിസി? അത് ഏത് നോക്കണ്ട, ഈ ജസ്റ്റ് ഇൻ ടൈമിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ ഇവിടുന്ന് അങ്ങോട്ടുള്ള, ഇതൊന്നും നോക്കാതെ മുകളിലത്തെ ഇൻഫർമേഷൻ വെച്ചിട്ട് ഏത് കാണാം? ഇഒക്യു കാണാം. സിമ്പിൾ. അടുത്ത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ന്യൂ പോളിസി. ബിഫോറും കാണണം, പിന്നെ ഏതും കാണണം, ആഫ്റ്ററും കാണണം. പിന്നെ ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ പർച്ചേസ് പ്രൈസ് അണ്ടർ ന്യൂ പോളിസി? പുതിയ പ്രൈസ് ഇവിടെ തരാത്ത മെയിൻ വില്ലൻ ആരാ? പുതിയ പർച്ചേസ് പ്രൈസ് തന്നിട്ടില്ല. എന്ത് തന്നിട്ടില്ല? പുതിയ പർച്ചേസ് പ്രൈസ്. പഴയ പർച്ചേസ് പ്രൈസ് 750 അല്ലേ. പുതിയ പർച്ചേസ് പ്രൈസ് കണ്ടെത്തിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുതിയ പർച്ചേസ് പ്രൈസ് 700 വിചാരിച്ചു. അപ്പോൾ എത്രയാണ് ഇൻക്രീസ് ഇൻ പ്രൈസ്? ക്വസ്റ്റ്യനിൽ ചോദിച്ചു പുതിയ പർച്ചേസ് പ്രൈസ് ആണോ? അല്ല, ന്യൂ പോളിസി പ്രകാരം എത്രയാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്? അപ്പോൾ എത്രയാണ്? 50. 750 നിലവിലുള്ളത്. ന്യൂ പോളിസി പ്രകാരം 800 ആണെങ്കിൽ 50 അല്ലേ. ആ ഡിഫറൻസ് ആണ് ഇവർ പറയുന്നത്. ഇനി ന്യൂ പോളിസി പ്രകാരമുള്ള പ്രൈസ് കാണാം. ഓക്കെ, യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇനി വായിച്ചു നോക്കാൻ സമയം വേണം. ഡാറ്റ ഒക്കെ മനസ്സിലില്ല, ഉറപ്പല്ലേ? ഇനി ബബ്ബ പഠിക്കുമല്ലോ. ഞാൻ ആൻസറിലേക്ക് പോകണം. ഓക്കെ, ക്ലിയർ അല്ലേ? No. Here it is. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ക്വസ്റ്റ്യനിലെ ഐറ്റംസ് ഒന്നുകൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള ഐറ്റംസ് ഞാൻ എന്ത് എഴുതുന്നു? ഇപ്പം നിലവിലെ പർച്ചേസ് പ്രൈസ് എത്ര രൂപ? 750. റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ എടുത്ത് പുറത്തിടും എല്ലാത്തിനും. അടുത്ത്
ആനുവൽ കൺസംഷൻ എത്രയാ? 18,000 യൂണിറ്റ് എ എന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. ക്യാരിങ് കോസ്റ്റ് എത്രയാ? 20% ഓഫ് ആവറേജ് ഇൻവെൻട്രി, അഥവാ 750 എത്രയാണ്? 20%. ഓർഡറിംഗ് കോസ്റ്റ് 1,500 തന്നിട്ടുണ്ട്. എ ലിമിറ്റഡ് വാണ്ട് ടു മൂവിങ് ടുവേർഡ് ജസ്റ്റ് ഇൻ ടൈമിലേക്ക് പോകണം. ദ ന്യൂ പോളിസി പ്രപ്പോസ്ഡ് ആസ് ഫോളോസ്. എന്തൊക്കെ ഉണ്ടാവുക? ആവറേജ് നമ്പർ ഓഫ് യൂണിറ്റ് 100. ഈ ആവറേജ് എങ്ങനെ കാണുകയെന്ന് വെച്ചാൽ ഇതാണ് ഇക്വേഷൻ. ഏതാ? ഓർഡറിംഗ് സൈസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ സ്വാഭാവികമായിട്ടും 100 അറിയാം, ഓർഡറിംഗ് സൈസ് അറിയാം, ഡിവൈഡ് ബൈ 2. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണ്? 100 × 2 200 ഏതായിട്ട് വരാം? ഓർഡറിംഗ് സൈസ് ആയിട്ട് വരാം. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള സാധനം എഴുതിയെന്നുള്ളൂ. നമുക്കിത് ആവശ്യം ഉണ്ടാവും. അടുത്തത് ഓ എത്രയാണ്? പുതിയ ഓ 1510. ന്യൂ പോളിസി പ്രകാരം ഓർഡറിംഗ് സൈസ് പഴയത് എത്രയായിരുന്നു? 1500. ഇപ്പോൾ പുതിയ പ്രകാരം 1510. ഇനിയാണ് അടുത്ത മെയിൻ ടിസ്റ്റ് നമ്മൾ പറഞ്ഞത്. ക്യാരിങ് കോസ്റ്റ് എത്ര വരിക? അല്ല, ടിസ്റ്റ് ഒന്നുമില്ല. ക്യാരിങ് കോസ്റ്റ് എത്ര തന്നെയാണ്? 20% ഓഫ് കോസ്റ്റ്. പക്ഷേ ഈ കോസ്റ്റ് നമുക്ക് അറിയില്ല. ഹിയർ ദ കോസ്റ്റ് മീൻസ് ഏത് കോസ്റ്റാണ്? പർച്ചേസ് കോസ്റ്റ്. സാറേ, മുന്നത്തെ പർച്ചേസ് കോസ്റ്റ് 750 ഉണ്ടല്ലോ. ഇവിടെ 750 20%, 750 20 എടുക്കാം. എവിടെ? ഓൾഡിൽ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പോളിസി. പുതിയ പോളിസി പ്രകാരം, ഓക്കെ അല്ലേ? ന്യൂ പോളിസി എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ന്യൂ പോളിസി പ്രകാരം നമുക്ക് എന്തറിയില്ല? കോസ്റ്റ് അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ട്വിസ്റ്റ്. ക്ലിയർ? അപ്പോൾ പർച്ചേസ് പ്രൈസ് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്കാണ്. വിൽ ഇൻക്രീസ് എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ക്വസ്റ്റ്യനിൽ? പിന്നെ ടോട്ടൽ ന്യൂ ഓർഡറിംഗ് കോസ്റ്റ് ഞാൻ പറഞ്ഞു. ഏറ്റവും ട്വിസ്റ്റുള്ള പോയിന്റ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 9 ടൈംസ് ഓഫ് ദ ന്യൂ ഏതാണ്? ക്യാരിങ് കോസ്റ്റ്. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ സെറ്റ് ചെയ്യട്ടെ. ഓർഡറിംഗ് കോസ്റ്റ് ആണല്ലോ ഇക്വേഷൻ. എന്താ? ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ സൈസ് ഇൻറ്റു ഏതാണ്? ഓ ഈസ് ഈക്വൽ ടു എത്രയാണ്? ക്യാരിങ് കോസ്റ്റ് ആണല്ലോ ഇക്വേഷൻ. എന്താ? ഓർഡറിംഗ് സൈസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സി. അതിനോട് എന്ത് 9 കൊണ്ട് എന്ത് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പറഞ്ഞ് ഓർഡറിംഗ് കോസ്റ്റ് കിട്ടുന്ന പറഞ്ഞ്. ഓക്കെ അല്ലേ? യെസ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഈസിയാണ്. EOQ കാണാനാണ്. √2AO ഡിവൈഡ് ബൈ സി. 2 കൊണ്ട് 18,000 ഉണ്ട്, 1500 ഉണ്ട്, 750 20% എത്ര വരും? 150. അങ്ങനെ 600 യൂണിറ്റ് വരും. ഇതാണ് ഫസ്റ്റ് ആൻസർ. ഈസി, വെരി ഈസി. ഓക്കെ അല്ലേ? രണ്ടാമത്തതും ഈസി തന്നെയാണ്. ഓക്കെ. രണ്ടാമത്തത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഈ ആവറേജ് സ്റ്റോക്ക് അറിയാലോ. പണ്ടത്തെ ആവറേജ് സ്റ്റോക്ക് എത്രയാ? EOQൻ്റെ 600ൻ്റെ ആവറേജ് സ്റ്റോക്ക് ആണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഏതാ? ഓർഡറിംഗ് സൈസ് ഡിവൈഡഡ് ബൈ 2 ആണ് ആവറേജ്. അപ്പോൾ 600ൻ്റെ ഡിവൈഡ് ബൈ 2 എത്ര വരിക? 300. സിമ്പിൾ അല്ലേ? അല്ലേ? ന്യൂ പോളിസി പ്രകാരം ആവറേജ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ? 100 എന്ന് പറഞ്ഞ് തന്നെ തന്നിട്ടുണ്ടെന്ന്. ഓക്കെ. ഇനി ഓർഡറിംഗ് സൈസ് വേണമെങ്കിൽ 200 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്ര അടിക്കാം? 100 അടിക്കാം. ക്ലിയർ ആണ് അതുവരെ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. മെറ്റീരിയൽ കൺസ്യൂമഡ് ഞാൻ പറയാണ്. മെറ്റീരിയൽ കൺസ്യൂമഡ് തന്നെയാണ് എന്ത്? യൂസ്ഡ് അല്ലേ? കൺസ്യൂമഡിൻ്റെ വാക്ക് മറ്റൊരു വാക്കല്ലേ യൂസ്ഡ്. കൺസംഷൻ അതന്നല്ലേ എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ എന്താ? ആനുവൽ കൺസംഷൻ അതന്നല്ലേ. അപ്പോൾ ആനുവൽ കൺസംഷൻ എടുത്തില്ലേ? പക്ഷെ ആനുവൽ കൺസംഷൻ അല്ല വേണ്ടി. അതിൻ്റെ എന്താ വേണ്ടത്? കോസ്റ്റ്. സാറേ, നമ്മളല്ലേ സാധാരണ ഇക്വേഷൻ പഠിപ്പിച്ചുള്ളത് സാറ്? എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. അതന്നെല്ലടാ കൺസ്യൂമഡ് അല്ലേ? ഓക്കെ. അപ്പോൾ ആനുവൽ കൺസംഷൻ തന്നെയാണ് ഏത്? മെറ്റീരിയൽ കൺസ്യൂമഡ്. പക്ഷേ ആനുവൽ കൺസംഷൻ യൂണിറ്റിലാണ് പറയുക. നമുക്കിവിടെ ഏത് വേണം? കോസ്റ്റ് വേണം. കോസ്റ്റ് പറയുമ്പോൾ എത്രയാണ്? 750 അല്ലേ? മനസ്സിലായ? ഒരു കൊല്ലം നമ്മൾ 18,000 എന്ത് ചെയ്യും? കിലോഗ്രാം റോ മെറ്റീരിയൽ ഉപയോഗിക്കും. ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ച്? 750 വെച്ച്. അങ്ങനെ എത്രയാണ്? 135 lakhs വരും. 1,35,00,000. ക്ലിയർ ആണോ? ഇനി ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഓൾഡ്. ഇത് ബിഫോർ ന്യൂ പോളിസി ആട്ടാ, അഥവാ EOQലുള്ള കഥയാണ് പറയുന്നത്. അതിൻ്റെ ആവറേജ് 300 അല്ലേ മക്കളെ? ഇത് യൂണിറ്റിലല്ലേ? നമുക്ക് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. 750 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2,20,25,000 അങ്ങനെ എത്ര ടൈംസ് കിട്ടും? 60 ടൈംസ്. ഓക്കെ അല്ലേ? ഇടയിൽ ആവറേജ് സ്റ്റോക്ക് എങ്ങനെ കണ്ടെന്നുള്ളത് 300ൻ്റെ വർക്കിംഗ് നോട്ട് എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ? കംഫർട്ടബിൾ അല്ലേ? ഓക്കെ. അപ്പുറത്തേക്ക് പോകാം. ന്യൂ പോളിസി ആണെങ്കിൽ
ന്യൂ പോളിസിയിലും ഓൾഡ് പോളിസിയിലൊക്കെ ഏതിൽ മാറ്റമില്ല, യൂണിറ്റിന് എന്തില്ല, ഏതാണ് മാറുക, ആവറേജിൽ എന്ത് വരും, മാറ്റം വരും. ഏതൊരു ആവറേജ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് ഏതായിട്ട് തന്നെ എടുക്കുകയാണ്, 750 തന്നെ എടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി ശരിക്കും ഉള്ള പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് ലാസ്റ്റ് എമൗണ്ട് വേറെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ എത്ര വരും? 180 വരും. ഇവിടുത്തെ ഓർഡറിങ് സൈസ് ഡിവൈഡഡ് ബൈ 2 കിട്ടുന്ന 100 ഓൾറെഡി ക്വസ്റ്റ്യനിൽ എന്താണ് ഗിവണം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? 100 തന്നിട്ടുണ്ട്. അപ്പോൾ 180 കിട്ടി, പിന്നെ എത്രയും കിട്ടി? 60 കിട്ടി. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഓവർ. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇനി മൂന്നാമത്താണ് ഇവിടുത്തെ ഏറ്റവും കോംപ്രഹെൻസീവ് പാർട്ട്. ഓക്കെ, യെസ്. മൂന്നാമത്തെ നമ്മൾ എന്താണ് ചോദ്യത്തിലുള്ളത്? ആ ചോദ്യം ഒന്ന് വായിച്ചെല്ലാവരും. ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ പർച്ചേസ് പ്രൈസ് അണ്ടർ ന്യൂ പോളിസി? എത്രയാണ് പർച്ചേസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ അല്ലേ? പറയട്ടെ. ലെറ്റ് അസ്യൂം ഇവിടെ എനിക്ക് വേറൊരു കൺഫ്യൂഷൻ വേണമെങ്കിൽ മാറ്റാം. ഇപ്പം ഇവിടുത്തേൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ 750 ഇവിടെ അല്ലേ? അല്ലടാ മുത്തുമണികളെ, ഇവിടുത്തെ റേറ്റ് നമുക്ക് അറിയില്ല. അപ്പം നിങ്ങൾ റേറ്റ് രണ്ടിടത്തും ഒരേപോലെ തന്നെ അല്ലേ? അപ്പോൾ റേറ്റ് കണ്ട് കട്ടായിക്കോ. ശരിക്കും ഇവിടെ എഴുതേണ്ടത് ഏതാണ്? കോസ്റ്റാണ്. ഓക്കെ, ഇനി കോസ്റ്റ് 750 ഒഴിവാക്കിയാലും ഒരേ ആൻസർ ഒന്ന് കിട്ടൂലേ, 60. അപ്പോൾ പുതിയ പ്രൈസ് നമുക്ക് അറിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ 750 ഇവിടെ എഴുതണ്ട. അതാണ് ഞാൻ വെട്ടിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ആ വെട്ട് വേണ്ടതുള്ളൂ, ഇതിലാ വെട്ടിട്ടാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഇപ്പോൾ 800 ആണെങ്കിൽ വിചാരിക്കുക പുതിയ പ്രൈസ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 800 പിന്നെ 800, അപ്പോഴും 180 മാറ്റം ഉണ്ടാവില്ലല്ലോ. ഓക്കെ ആണോ? അതാണ് ടിസ്റ്റ്. അപ്പോൾ എക്സാമിന് ഇത് 750 എഴുതാൻ പറ്റുമെന്ന് ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ ഇട്ടെടുക്കാം. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താലും മതിയെന്ന്. ഓക്കെ, നോമിനേറ്ററും ഡിനോമിനേറ്ററും സെയിം എമൗണ്ട് അല്ലേ? അപ്പം ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമില്ല? പ്രൈസിൻ്റെ ആവശ്യമില്ല എന്ന് സാരം. ഇതാ പുതിയ സാധനം, പ്രൈസ് പുതിയത് കാണാം. അപ്പോൾ നമ്മളെ ഹിൻ്റ് ഏതാണ്? ഞാൻ പറഞ്ഞ ഏറ്റവും ടിസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഏതാണ് ആ പോയിന്റ്? ന്യൂ പർച്ചേസ് പ്രൈസ് എക്സ് ആയിട്ട് എടുക്കുക. ടിസ്റ്റ് പോയിന്റ് അല്ല, ഒരു എക്സോ വൈയോ ഏതേലായിട്ട് എടുക്കുക. ഓക്കെ അല്ല? അല്ല കാണേണ്ടത് അല്ലടാ. എന്നിട്ട് ഓൾഡ് പ്രൈസും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ ഇൻക്രീസ് എത്രയെന്ന് കിട്ടില്ലേ? അപ്പോൾ എക്സ് ആണ്, ശ്രദ്ധിക്കുക. ടോട്ടൽ ന്യൂ ഓർഡറിങ് കോസ്റ്റ് നമുക്ക്, ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്. ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, എന്താ? ഓർഡറിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ഏതാണ്? ക്യാരിങ് കോസ്റ്റ് അല്ലേ? അപ്പോൾ ഓർഡറിങ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ സാർ എഴുതി. എന്താ പറയും? ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ ഓർഡറിങ് സൈസ് ഇൻറ്റു ന്യൂ ക്യാരിങ് കോസ്റ്റ് എത്രയാണെന്ന് അറിയില്ല. ആ ന്യൂ ക്യാരിങ് കോസ്റ്റിൻ്റെ കൂടെ 9 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് കാണാനുള്ള ഇൻഫർമേഷനൊക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഏത് കണ്ടെത്താം? ന്യൂ ക്യാരിങ് കോസ്റ്റ് കണ്ടെത്താം. എത്രയാണ്? 18,000. ഓർഡറിങ് സൈസ് എത്രയാണ്? 200. സംശയം ഉണ്ടോ? ക്വസ്റ്റ്യനിൽ 100 ആവറേജ് തന്ന് ഇൻറ്റു 2 അടിച്ചപ്പോൾ എത്ര കിട്ടി? 200 കിട്ടി. പിന്നെ ഓയും തന്നിട്ടുണ്ട് 1510. അങ്ങനെ 1,35,900 ഏത് കിട്ടിയത്? ഇത് ചെയ്തപ്പോൾ കിട്ടിയത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഏതാണ്? ഓർഡറിങ് കോസ്റ്റ്. ഇതിന് ഈക്വലാണ്, ഈ എമൗണ്ടിന് ഈക്വലാണ് അത്ര ഏത്? ന്യൂ ക്യാരിങ് കോസ്റ്റ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ 9 ഇൻറ്റു എത്ര വരും? ന്യൂ ക്യാരിങ് കോസ്റ്റ് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഇക്വേഷൻ. 1,35,900 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു ക്യാരിങ് കോസ്റ്റ്. ഇൻറ്റു ഉള്ള സാധനം ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് ന്യൂ ക്യാരിങ് കോസ്റ്റ് എത്ര കിട്ടും? 15,100 കിട്ടും. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ചില കുറച്ച് മാത്സ് ഉണ്ടെന്നുള്ളൂ. ഇനി നമ്മളിതാ അവസാനത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടെത്താൻ പോണത്? പ്രൈസാണ്. പ്രൈസ് എടുക്കുന്നത് എവിടെയാണ്? ഓർഡറിങ് കോസ്റ്റ് വരുമ്പോൾ പ്രൈസ് ഉണ്ടാ? ഓർഡറിങ് കോസ്റ്റിൻ്റെ ഇക്വേഷനിൽ പ്രൈസ് ഉണ്ടാ? ഇല്ല. പക്ഷെ ക്യാരിങ് കോസ്റ്റിൻ്റെ പ്രൈസ് ഉണ്ട്. എങ്ങനെ പ്രൈസ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാവുക? ഇക്വേഷൻ എന്താ? സൈസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഏതാണ്? ക്യാരിങ് കോസ്റ്റാണ്. ക്യാരിങ് കോസ്റ്റ് ഏതിൻ്റെ മുകളിലാണെന്നാണ് പറഞ്ഞുള്ളത്? 20% ഓഫ് പർച്ചേസ് പ്രൈസ്. അപ്പോൾ അവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടെത്താൻ പോകണമെങ്കിൽ
പർച്ചേസ് പ്രൈസ് കണ്ടെത്താം. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ അതെ ക്യാരിയിങ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതി. ഇത് ഏതിനുള്ളതാണ്? ക്യാരിയിങ് കോസ്റ്റ് ഇക്വേഷനാണിത്. ഓക്കെ അല്ലേ? അതിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമുക്ക് അറിയാം മക്കളെ. ന്യൂ ക്യാരിയിങ് കോസ്റ്റ് 15,100 ഈസ് ഈക്വൽ ടു എന്താ? ഓർഡറിങ് സൈസ് ഡിവൈഡ് ബൈ 2 × C. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാണ് 20% ഓഫ് ഏതാണ്? ന്യൂ പ്രൈസ് ദാറ്റ് ഈസ് ഏതാണ്? നമ്മൾ എന്താ എക്സൈറ്റിൽ എടുത്തുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15,100 200 ഡിവൈഡ് ബൈ 2 അല്ലെ? ഓർഡറിങ് സൈസ് 200 അല്ലേ? യെസ്. അപ്പോൾ 200 ഡിവൈഡ് ബൈ 2 എത്ര വരാം? 100 വരും. ക്ലിയർ ആണോ? പിന്നെ 20% ഓഫ് ഏതാണ്? എക്സ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? 100ൻ്റെ എത്ര ശതമാനം എടുക്കാം? 20% എടുക്കാം. അപ്പോൾ എത്ര വരും? 20. എക്സ് അവിടെ ഇൻറ്റു എക്സ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 15,100 ഡിവൈഡ് ബൈ 20 755. ദാറ്റ് ഈസ് വാട്ട് ഈസ് ന്യൂ സെല്ലിംഗ് പ്രൈസ് എത്ര വരിക? 755. ഓക്കെ അല്ലേ? ഓൾഡ് സെല്ലിംഗ് പ്രൈസ് 750 755 ആയി പറയുമ്പോൾ എത്ര കൂടി? 5. മെയിൻ ആൻസർ ഇതാണ്. എത്രയാണ്? 5. ക്ലിയർ. നിങ്ങൾക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് ആണുള്ള ഇക്വേഷനിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാൻ പോകണം. 755 അല്ലേ പ്രൈസ് കിട്ടി? ഈ 755ൻ്റെ 20% എത്ര വന്നു? 151. അപ്പോൾ ഇത് ചെയ്താലും എത്ര കിട്ടും? 15,100 കിട്ടും. അപ്പോൾ പ്രൂഫാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ഇത്തരം ക്വസ്റ്റ്യനുകളൊക്കെ എന്ത് ചെയ്യുക? നന്നായി പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കണം എന്ന് വെച്ചാൽ 2015 എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കയറാം. ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, പല സ്ഥലത്ത് ഇതുപോലുള്ള എന്ത് ചെയ്യണം? മിസ്സിംഗ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള തോട്ട് പ്രോസസ്സ് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. അതാണ്. അപ്പോൾ ഇതൊന്നും വിട്ട് കളയരുത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.